വചനമൊഴി ജൂൺ 24. വചനഭാഗം ഗലാത്തി 4:1-7, ലൂക്കായുടെ സുവിശേഷം 1:57-66. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എലീശായ്ക്ക് പ്രസവിക്കാനുള്ള സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിനു വന്നു. പിതാവിന്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് വിളിക്കാൻ അവർ ഒരുങ്ങി. എന്നാൽ അവന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആരും ഈ പേരിൽ വിളിക്കപ്പെടുന്നില്ലല്ലോ. അവൻ എങ്ങനെ വിളിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവന്റെ വായും നാവും തുറക്കപ്പെട്ടു. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അവരുടെ അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം യൂദയായിലെ മലനാട്ടിലാകെ സംസാര വിഷയമാകുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തെന്നാൽ കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ സ്നാപകയോഹന്നാന്റെ ജനന തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. ഈശോ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവിക പദ്ധതിയാൽ അയക്കപ്പെട്ട ആളായിരുന്നു വിശുദ്ധ സ്നാപകയോഹന്നാൻ. വൃദ്ധരായ എലീശ സക്കറിയ ദമ്പതികളുടെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവിന്റെ കാരുണ്യം അനുഭവിക്കുവാനിടയായ ഒരു സാഹചര്യം കൂടിയായിരുന്നു. ദീർഘനാളായി അപേക്ഷയും പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന സക്കറിയായുടെയും എലീശയുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. ഒരുപക്ഷെ ദൈവം അവരെ ഒരുക്കുകയായിരുന്നു മിശിഹായുടെ വഴികാട്ടിയായിട്ട് വരുന്ന സ്നാപകയോഹന്നാന് ജന്മം നൽകുവാൻ വേണ്ടി. സ്നാപകയോഹന്നാന്റെ മാതാപിതാക്കന്മാരായ എലീശയും സക്കറിയായും തങ്ങൾക്ക് ദൈവം നൽകിയ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അവനെ വളർത്തുന്നത്. ശിശുവിന്റെ പേര് ഇട്ടപ്പോൾ തന്നെ യോഹന്നാൻ കർത്താവ് കാരുണ്യവാനാണ് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് പേരിടുന്നു. തങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രഘോഷിക്കുന്ന സ്നാപകയോഹന്നാന്റെ മാതാപിതാക്കന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വചനഭാഗം നമ്മോടും അരുളി ചെയ്യുന്നത്, ദൈവത്തിന്റെ പക്കൽ നിന്ന് കൃപ ലഭിക്കുന്ന നമ്മൾ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും അവ പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന്റെ കാരുണ്യമായി ലഭിക്കുന്ന മക്കളെ ദൈവവിശ്വാസത്തില്, ദൈവകൃപയില് വളർത്തുവാൻ മാതാപിതാക്കന്മാർക്ക് സാധിക്കണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ദൈവകരമുണ്ടായിരുന്നു. സ്നാപകയോഹന്നാനെ കുറിച്ച് തിരുവചനം പറഞ്ഞത് അവനോടൊപ്പം ദൈവത്തിന്റെ കരം എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ്. ശിശുക്കളോടുകൂടെയുള്ള ദൈവത്തിന്റെ കരമാണ് മാതാപിതാക്കന്മാര്. ശിശുക്കളെ ദൈവത്തിന്റെ ഹിതത്തിനൊത്ത് വളർത്തുമ്പോൾ ദൈവകരം അവനോടുകൂടെയുണ്ട് എന്നത് അനുഭവിക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന കൃപകളെ അനുസ്മരിക്കുന്നതിനും കുഞ്ഞുങ്ങളെ ദൈവഹിതമനുസരിച്ച് വളർത്തി ദൈവകരം അവരോടൊത്ത് ഉണ്ട് എന്ന ബോധ്യത്തിൽ ആഴപ്പെടുത്തി വളർത്തുവാൻ നമുക്കും സാധിക്കണം. അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.